ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മായന്നൂർ VLP സ്കൂളിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറി. ചുരുക്കാണ് പത്രങ്ങൾ വായിക്കുന്നവര് ചുരുക്കാണ്. നമ്മളുടെ വായന ഉറങ്ങിക്കിടക്കാണ്. ആ വായനയെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തണമെങ്കിൽ ധാരാളം ഗ്രന്ഥശാലകൾ വേണ്ടേ? ഗ്രന്ഥശാലകളിൽ നിന്നാണ് നല്ല ബുക്കുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുക. അപ്പം അത്തരം ഗ്രന്ഥശാലകൾ കേരളത്തിൽ തുടങ്ങുകയും വായനയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തൊരു വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 1990 ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുകയും തുടർന്ന് വലിയ പുസ്തകങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളാണ് സിനിമയൊക്കെ ആയിട്ട് വരുന്നത്, അല്ലേ? മായന്നൂർ VLP സ്കൂളിൽ നടന്ന വായനാദിന പരിപാടിയിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി ശാരിക P, എഴുത്തുകാരി രമ്യ P തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വായനയിലൂടെ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും താൻ രചിച്ച പുസ്തകത്തെപ്പറ്റിയും ശാരിക കുട്ടികൾക്ക് വിവരിച്ചു. എഴുത്തുകാരി രമ്യ P തോമസ് ആകട്ടെ വായനാശീലങ്ങളും അനുഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് രസകരമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള ക്ലാസും നടത്തി. സ്കൂൾ പ്രധാന അധ്യാപകൻ ദീപു മാത്യു, സ്റ്റാഫ് സെക്രട്ടറി രശ്മി U തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ക്യൂസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസംഗം എന്നിവയും വായനാ ദിനവുമായി ബന്ധപ്പെട്ട അരങ്ങേറി. നമ്മുടെ സ്കൂൾ ആനിവേഴ്സറിക്കായിരുന്നു അത് നടന്നത്. അതുകൊണ്ട് തന്നെ മായന്നൂരിലുള്ള ഒരുവിധം എല്ലാ ആളുകളും ഒരു കവിത എഴുതുന്ന കുട്ടി എന്ന രീതിയിൽ എന്നെ അറിയാം. ഇപ്പോഴും കാണുമ്പോഴും പലരും ആ കാര്യം പറയും. അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ ഒരു കവിതയിൽ മാത്രം ഒതുങ്ങിപ്പോവേണ്ടിയിരുന്ന എൻ്റെ ആ കഴിവിനെ കണ്ടെത്തി കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഈ സ്കൂളിലെ അധ്യാപകരാണ്. പുള്ളിക്കറിയായിരുന്നു, എന്തറിയായിരുന്നു, ഇങ്ങനെ പോയാൽ നാട് നശിച്ചു പോകും. അപ്പോൾ ഏറെ ചിന്തകളുള്ള കുറച്ച് മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കണം. അതിന് സഞ്ചി തൂക്കി നടന്നൊരു മനുഷ്യനാണ്. ഗ്രന്ഥശാല എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ലൈബ്രറി, നിങ്ങൾ ലൈബ്രറി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? മെമ്പർഷിപ്പ് ഉണ്ടോ? നോണ പറയരുതേ. ഉണ്ടോ? ശരിക്കും? CCV ന്യൂസ്, കൊണ്ടാഴി.